അസ്സലാമലൈക്കും മുത്തുമണികളെ, സുഖമല്ലേ? മഴയുണ്ട്, നല്ല മഴയാണ്. നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഞാനിന്നൊരു രംഗം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. വേറെ ആരല്ലേ, നമ്മുടെ രേണുസുതിരെ. കാരണം 4ാമത്തെ കീമോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ, ആ രംഗങ്ങൾ കാണുമ്പോൾ, ആ തലയിലൊന്നും മുടിയില്ലാത്തൊരവസ്ഥ കാണുമ്പോൾ വിഷമമാണ് തോന്നുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് വിഷമമാണ്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു അവസരത്തിൽ കൂടെ കഴിഞ്ഞു പോയതായതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ നല്ല സങ്കടം തോന്നുന്നുണ്ട്. ഏതായാലും ഏതൊരു മനുഷ്യനും എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുള്ളതാണെങ്കിലും പിന്നീട് ഞങ്ങൾ പല വീഡിയോസും പറയുന്നുണ്ട്, ഇനി ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചു പോവട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ല. കാരണം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മറ്റൊരു മനുഷ്യനെക്കുറിച്ച് ദോഷമായിട്ട് ചിന്തിച്ചാൽ അത് പടച്ച റബ്ബ് നമ്മൾക്ക് നേരെയാണ് തിരിക്കുക. നമ്മൾ എത്ര ദ്രോഹികളായിക്കോട്ടെ, എത്ര മോശക്കാരായിക്കോട്ടെ, ആ മനുഷ്യന്മാർ പടച്ചവനെ നന്നാവണേന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്താൽ അതിനുള്ളൊരു പുണ്യം പടച്ച റബ്ബിൻ്റെ നിന്ന് നമുക്ക് കിട്ടും. കാരണം ആ നന്മ മനസ്സിന് അത് ആത്മാർത്ഥമാണെങ്കിൽ അത് നമുക്ക് കിട്ടും. നേരെ മറിച്ചൊരു മനുഷ്യൻ ഇത്രയൊക്കെ എന്തെല്ലാം ചെയ്തതാണെങ്കിലും അതങ്ങോട്ട് നശിച്ചു പോട്ടെ, അതങ്ങോട്ട് ചത്തു പോട്ടെ, അല്ലെങ്കിൽ മരിച്ചു പോട്ടെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത് ദോഷം ഭവിക്കുന്നത് നമുക്കായിരിക്കും. കാരണം നമ്മളെ പഠിച്ച നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ് എല്ലാവർക്കും ഓരോരോ വിധികൾ വെച്ചിട്ടുണ്ട്. അതിലാർക്ക് എപ്പോൾ രോഗം വരണം, ആരെപ്പോൾ മരിക്കണം, ആരെപ്പോൾ നന്നാവണം, ആരെപ്പോൾ നല്ലത് പറയണം, ആരെപ്പോൾ ദോഷമായിട്ട് പറയിപ്പിക്കണം, ഇതെല്ലാം പടച്ചവൻ്റെ ഒരു തീരുമാനങ്ങളാണ്. അപ്പോൾ എനിക്ക് ആ ഭാഗം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഒരു പാട്ട് പാടുന്നുണ്ട്, കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് ചോദിച്ചിട്ടുള്ളൊരു പാട്ട്. ആ ലാസ്റ്റിൽ അവൾ ആ പാട്ട് മുഴുവൻ പാടാൻ പറ്റാതെ വിങ്ങി പൊട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ ദിവസങ്ങളായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. എന്താണെങ്കിലും അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് വല്ലാത്ത വിഷമമാണ്. കാരണം ഒരു രോഗാവസ്ഥ എന്താണെങ്കിലും ഒരു രോഗാവസ്ഥയായിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടന്നിരുന്ന ഒരാൾ എന്തിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിലും ഇങ്ങനൊരു ഇതുണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറയും കേട്ടോ. മറ്റുള്ളവർ അവരെ അഭിപ്രായം പറയാതെ അവരവരുടെ ഇഷ്ടമാണ്. കാരണം ആരെക്കുറിച്ച് എന്ത് പറയണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കഴിയുന്നതും ഏത് മനുഷ്യനാണെങ്കിലും ആ മനുഷ്യനെ ഫുള്ളായിട്ട് അങ്ങോട്ട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ എങ്കിലും ഓരോരോ മനുഷ്യൻ്റെ അവസ്ഥകൾ കാണുമ്പോൾ നമുക്കത് അങ്ങനെ പറയാൻ എനിക്ക് തോന്നണില്ല. കാരണം നന്നാവട്ടെ, അവർ രക്ഷപ്പെട്ടു വരട്ടെ ജീവിതത്തിൽ. കാരണം ഇതൊക്കെ അവർക്ക് കൊടുക്കുന്ന, അള്ളാഹു കൊടുക്കുന്ന ഓരോരോ പരീക്ഷണങ്ങളാണ്. ഈ പരീക്ഷണങ്ങളെല്ലാം വിജയിച്ച് അവർ വന്നു കഴിയുമ്പോൾ അവർക്ക് ഇതിൻ്റെ ഓർമ്മകളൊക്കെ ഉണ്ടാവും തുടർന്നുള്ള ജീവിതത്തിൽ. കാരണം ഞാൻ അങ്ങനെ ഇതായിട്ട് ജീവിച്ചതാണ്. അത് കഴിഞ്ഞ് എനിക്ക് പടച്ചതമ്പുരാൻ ഇങ്ങനത്തെ ഒരു രോഗം തന്നതാണ്, അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് വന്നതാണ്. അപ്പോൾ ഇനി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇനി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ചിന്തകളൊക്കെ ഒരു പക്ഷേ അവൾക്ക് വന്നേക്കാം. കാരണം മനുഷ്യന് നന്നാകാൻ പല അനുഭവങ്ങളും മനുഷ്യന്മാർക്ക് പടച്ച റബ്ബ് കൊടുക്കും. അതിലെ ഒരനുഭവമാണെങ്കിലോ ഇത്. അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെട്ട് വരട്ടെ. ഒരു കുഞ്ഞു കുട്ടിയുണ്ടല്ലോ, പിന്നെ കിച്ചൂസിനെ പറ്റി നമുക്ക് പറയണ്ട. കിച്ചൂസ് വലിയ കുട്ടിയായി. കിച്ചൂസിൻ്റെ ജീവിതവും കിച്ചൂസിനെ എങ്ങനെ പോകണം, എങ്ങനെ നോക്കണം, ഏത് വഴി സഞ്ചരിക്കണം, അതിനുള്ള പ്രായങ്ങളൊക്കെ അവനായിട്ടുണ്ട്. ഇനിയിപ്പോഴുള്ള റിതപ്പനാണ്. ആ റിതപ്പന് അവളുണ്ടായിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. എത്ര മറ്റുള്ളവർ നോക്കുമെന്ന് പറഞ്ഞാലും അവളുണ്ടായിരിക്കുന്നതാണ് ആ മകന്. അല്ലെങ്കിൽ അതിന് കുറച്ച് വലുതായൊരു ഇപ്പോൾ കിച്ചുവിൻ്റെ പ്രായത്തിലേക്കൊക്കെ ആ കുട്ടി വളർന്നു വരുമ്പോൾ കിച്ചു ഇപ്പം അനുഭവിക്കുന്ന എന്താണോ അത് അവനും അനുഭവിക്കേണ്ടി വരും. പക്ഷെ അതിന് അവളെങ്കിലും ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു അനുഭവം കിച്ചു മാത്രം അനുഭവിച്ചാൽ മതി, ആ റിതപ്പൻ അനുഭവിക്കേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത്, നന്നാവട്ടെ, മനുഷ്യൻ രക്ഷപ്പെട്ടു വരട്ടെ, പഠിച്ചവൻ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരട്ടെ. അതിനുള്ള ബുദ്ധിയും ഇനിയും നന്നായിട്ട് ജീവിക്കാനും നന്നായിട്ട് മനുഷ്യന്മാരെ കൊണ്ട് എങ്ങനെ എയറിൽ കയറിയോ അതേമാതിരി തന്നെ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം പടച്ചറ അവൾക്ക് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നെല്ലാം അവൾ രക്ഷപ്പെട്ടു വരട്ടെ. രോഗം കൊടുക്കുന്നതും ശിഫയാക്കുന്നതും മരിപ്പിക്കുന്നതും രക്ഷപ്പെടുത്തുന്നതും എല്ലാം റബ്ബാണ്. അപ്പോൾ നമുക്കതിന് അർഹതയില്ലെങ്കിലും ദുആ ചെയ്യാനുള്ള, തേടാനുള്ള ഇത് നമുക്കുണ്ട്.
കാരണം ഓരോ മനുഷ്യന്മാരെയും നമ്മൾ കുത്തുനോവിക്കുമ്പോൾ നാളെ നമ്മൾക്കിത് തിരിച്ചു വരില്ല എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമുക്കൊരു പക്ഷേ അങ്ങനെയുള്ള അവസരങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രക്ഷപ്പെട്ട് വരട്ടെ. ആ കുഞ്ഞിന് ഒരമ്മയായി ഉണ്ടാവുമല്ലോ. ഏതായാലും ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോസ് കാണാം. ജീവനോടുണ്ടെങ്കിൽ, രോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മരണം എല്ലാവരുടെയും പുറകെ ഉണ്ടല്ലോ. ശരിയെന്നാൽ.